നമസ്കാരം. സിൽവർ ലൈന് പിന്നാലെ കേരളം ബദലായി ഉയർത്തിക്കാണിച്ച ഹൈസ്പീഡ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം കേരളം അംഗീകരിക്കില്ല. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗത ലക്ഷ്യമിട്ടുള്ള പിണറായി സർക്കാരിന്റെ പദ്ധതി കേരളം തള്ളും. ഇതിന് പകരം റെയിൽവേയുടെ നിലവിലുള്ള ശൃംഖല വികസിപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. RRTS സംസ്ഥാനത്തിന്റെ ആവശ്യം തള്ളുന്ന കേന്ദ്രം പകരം നിലവിലെ പാതകൾ നവീകരിച്ച് മണിക്കൂറിൽ 165 കിലോമീറ്റർ വേഗതയിൽ ട്രെയിനുകൾ ഓടിക്കാനുള്ള 7 ബൃഹത് പദ്ധതികളാണ് ലക്ഷ്യമിടുന്നത്. ഇതിനൊപ്പം ഈ ശ്രീധരന്റെ അതിവേഗ പദ്ധതിയും അംഗീകരിച്ചേക്കും. തെരഞ്ഞെടുപ്പിന് മുൻപ് ഏതെങ്കിലും ഒരു അതിവേഗ പാതയ്ക്ക് അനുമതി നേടിയെടുക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു സംസ്ഥാന സർക്കാർ. സിൽവർ ലൈൻ അനിശ്ചിതത്വത്തിലായതോടെ താരതമ്യേന എളുപ്പത്തിൽ അനുമതി ലഭിക്കുമെന്ന് കരുതിയ RRTSനായി മുഖ്യമന്ത്രി നേരിട്ട് കേന്ദ്രത്തിന് കത്തു നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സാമ്പത്തിക ബാധ്യതയും പ്രായോഗികതയും ചൂണ്ടിക്കാണിച്ച് കേന്ദ്രം ഇതിനോട് വിമുഖത കാണിക്കുകയാണ് ചെയ്തത്. ഇതോടെ സിൽവർ ലൈൻ RRTS പദ്ധതികൾ തുലാസിലായി. അതേസമയം ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച തിരുവനന്തപുരം കണ്ണൂർ അർദ്ധ അതിവേഗ പദ്ധതി കേന്ദ്രം പരിഗണിക്കുകയാണെങ്കിൽ അതിനെ തള്ളിക്കളയേണ്ടതില്ലെന്ന നിലപാടിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്തിന്റെ വൻകിട പദ്ധതികളെ നിരാകരിക്കുമ്പോഴും കേരളത്തിന്റെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി റെയിൽവേ മന്ത്രാലയം നേരിട്ട് രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഷൊർണൂർ, മംഗലാപുരം, കോയമ്പത്തൂർ, ഷൊർണൂർ പാതകളിൽ 3ഉം 4ഉം വരികളും തിരുവനന്തപുരം, കായംകുളം, എറണാകുളം റൂട്ടിൽ 3ആം പാതയും നിർമ്മിക്കുന്നതിനുള്ള വിശദമായ പദ്ധതി റിപ്പോർട്ടിന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അനുമതി നൽകി. അത്യാധുനിക കവച് സുരക്ഷാ സംവിധാനവും സിഗ്നലിംഗ് പരിഷ്കാരങ്ങളും നടപ്പിലാക്കുന്നതോടെ റെയിൽവേ പാതകളിൽ ട്രെയിനുകളുടെ വേഗത ഗണ്യമായി വർദ്ധിക്കും. പ്രത്യേക സ്റ്റാൻഡേർഡ് ഗേജ് പാത വേണമെന്ന കേരളത്തിന്റെ വാശിക്ക് പകരം ബ്രോഡ്ഗേജ് ശൃംഖലയിൽ തന്നെ അതിവേഗ യാത്രയെന്ന കേന്ദ്ര നയത്തിനാണ് ഇപ്പോൾ മുൻതൂക്കം ലഭിക്കുന്നത്. റെയിൽവേയുടെ ഈ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന്റെ റെയിൽ സ്വപ്നങ്ങൾക്ക് പുതിയ ദിശാബോധം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. അതിനിടെ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏതെങ്കിലും ഒരു തദ്ദേശീയ വേഗ റെയിൽ പാതയ്ക്ക് അനുമതി നേടാനാണ് സംസ്ഥാനത്തിന്റെ ശ്രമം. അത് നടക്കാൻ ഇടയില്ല. സിൽവർ ലൈൻ ഇപ്പോൾ പ്രഖ്യാപിച്ച റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം, ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച തിരുവനന്തപുരം കണ്ണൂർ അർദ്ധ അതിവേഗ പദ്ധതി എന്നിവയിലൊന്നിന് അനുമതി കിട്ടുമെന്ന പ്രതീക്ഷ ഇപ്പോഴും സംസ്ഥാനം വെച്ചു പുലർത്തുന്നു. ഈ ശ്രീധരന്റെ പദ്ധതിയെയും അദ്ദേഹം ഓഫീസ് തുറന്നതിനെയും മന്ത്രിമാർ വിമർശിച്ചെങ്കിലും ആ പദ്ധതിക്ക് കേന്ദ്ര അനുമതി ലഭിക്കുമെങ്കിൽ തള്ളിക്കളയില്ലെന്ന നിലപാട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീധരന്റെ പാതയെക്കുറിച്ച് MPമാരുടെ ചോദ്യത്തിന് കേന്ദ്ര റെയിൽവേ മന്ത്രി വ്യക്തമായ മറുപടി പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞില്ല എന്നത് സംസ്ഥാന സർക്കാരിനുള്ള സൂചനയാണ്. അദ്ദേഹം തന്റെ പദ്ധതിക്ക് ശ്രമം നടത്തുന്നുണ്ട്. അതൊന്നും തള്ളേണ്ടതില്ല എന്ന കാഴ്ചപ്പാടിലാണ് സംസ്ഥാന സർക്കാർ. കേരള സർക്കാർ സിൽവർ ലൈനായി ഏറെക്കാലമായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കേന്ദ്രം ആ പദ്ധതിയിൽ ആഗ്രഹിക്കുന്നതെന്തെന്ന് റെയിൽവേ മന്ത്രി എണ്ണി പറഞ്ഞിട്ടുണ്ട്. പാത ബ്രോഡ്ഗേജ് ആകണം, മറ്റു റെയിൽ ശൃംഖലയിൽ ചേരുന്നതാകണം തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങൾ. അതിനർത്ഥം DPR പരിഷ്കരിക്കണമെന്നാണ്. എന്നാൽ സ്റ്റാൻഡേർഡ് ഗേജിലുള്ള സ്വതന്ത്ര അർദ്ധ അതിവേഗ പാതയാണ് സംസ്ഥാനം ഉദ്ദേശിച്ചതെന്നും മാറ്റങ്ങളുടെ പുതിയ നിർദ്ദേശം ലഭിച്ചില്ലെന്നും KRail MD V അജിത് കുമാർ പറഞ്ഞു. ഇതോടെ ആ പദ്ധതി അടഞ്ഞ അധ്യായമായി മാറുകയും ചെയ്തു.